മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. 5-ാം തീയതി മിനിഞ്ഞാന്ന് ഞാൻ പെരുമ്പാവൂര് SNDPയുടെ ഒരു വലിയ ദർശനോത്സവ പരിപാടിക്ക് പങ്കെടുക്കാനായിട്ട് പോവുകയുണ്ടായി. അവിടെ കണ്ട കാഴ്ച, വർക്കിംഗ് ഡേ ആയിട്ടും ആയിരക്കണക്കിന് വ്യക്തികൾ ഈ ദർശനോത്സവത്തിൽ പങ്കെടുക്കാൻ വന്നു. അവിടെയുള്ള ജയപ്രകാശും കർണനും കുന്നത്തുനാട് SNDP യൂണിയന്റെ ഭാരവാഹികളാണ്. അവര് എന്നോട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ദിവസത്തെ കാര്യങ്ങൾ പറയുകയുണ്ടായി. മാതാ അമൃതാനന്ദമയിയാണ് ഈ കുന്നത്തുനാട് SNDPയുടെ ദർശനോത്സവം ഉദ്ഘാടനം ചെയ്തത്. അമ്മ കൃത്യസമയത്ത് വരികയും നേരെ ശ്രീനാരായണ ഗുരുദേവന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിലെ ശ്രീകോവിലിനകത്തേക്ക് കയറുകയും ഗുരുദേവന്റെ പ്രതിമയെ ഭംഗിയായിട്ട് അക്ഷരാർത്ഥത്തിൽ പൂജിക്കുകയും ശ്രീകോവിലിനകത്ത് ദീപാരാധന നടത്തുകയും അവിടെ നിന്ന് നേരെ പ്രസംഗവേദിയിലേക്ക് പോവുകയും അവിടെ പൂജിച്ചു വെച്ചിരുന്ന ആ വിഗ്രഹത്തിന്റെ മുമ്പിൽ ദീപാരാധന തൊഴുകയോടെ നിന്ന് പ്രണമിക്കുകയും ചെയ്ത് 1 മണിക്കൂറോളം ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് വളരെ ഗംഭീരമായിട്ട് മാതാ അമൃതാനന്ദമയി പ്രഭാഷണം നടത്തി എന്ന് കേൾക്കുമ്പോൾ, കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. അതിനേക്കാൾ സന്തോഷം തോന്നിയത് ഏതാണ്ട് 25,000-ഓളം പേര് ആ ഓഡിറ്റോറിയത്തിന്റെ മുക്കിലും മൂലയിലും ജാം പാക്ക്ഡ് ആയിട്ട് അകത്തും പുറത്തും മുറികളിലും നിന്ന് അമ്മയെ കാണുകയും ദർശനമെടുക്കുകയും പ്രഭാഷണം കേൾക്കുകയും ചെയ്തു. അകത്ത് അതിന്റെ ഒരു 5 ഇരട്ടി ആൾക്കാരെങ്കിലും മുമ്പില് റോഡ് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകിയിരുന്നു. അത്രേ, ആ പ്രദേശം മുഴുവനും ട്രാഫിക് ജാമായിരുന്നു. അത്രയും അധികം ജനത ഒരു SNDP ലോക്കൽ യൂണിറ്റിന്റെ ദർശനോത്സവത്തിന് വന്ന് ആ ഉദ്ഘാടന പ്രഭാഷണം കേൾക്കുകയും അമ്മയുടെ ചെയ്തികൾ കാണുകയും ചെയ്തപ്പോ അറിയാതെ ഓർമ്മ വന്നത് ജോൺ ബ്രിട്ടാസിനെ ആയിരുന്നു. മാധ്യമം എന്ന ചാനലില്, മീഡിയ 1 എന്ന ചാനലില് അമൃതാനന്ദമയിയുടെ കൂട്ടത്തിൽ 16 വർഷം പ്രവർത്തിച്ച ഹെയ്ഗൽ എന്ന സ്ത്രീ, അവരുടെ പേര് ഗായത്രി എന്നാണ്. ഇന്നും അന്നും ഗായത്രി എന്ന പേര്, അമ്മ കൊടുത്ത പേരാണ്. ആ ഹെയ്ഗൽ എന്ന സ്ത്രീ 5-6 മാസങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു പുസ്തകത്തിനെ ചകഞ്ഞെടുത്ത്, ആ സ്ത്രീ ആ പുസ്തകം എഴുതാൻ കാരണം അമ്മയുടെ കൂട്ടത്തിൽ 10-15 വർഷം വർക്ക് ചെയ്തിട്ട് തിരിച്ച് മിയാമിയിൽ ചെന്നവർ താമസിച്ച് അവർക്ക് കുറേയധികം മനസ്സിൽ ടെൻഷൻ വന്നപ്പോ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് ചെന്ന് അവരുടെ ഹിപ്നോട്ടിസത്തിന് വിധേയമാക്കിയപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതൊരു പ്രത്യേക രീതിയിൽ എഴുതണമെന്ന് അയാൾ നിർദ്ദേശിച്ച് മനസ്സോടുകൂടി, ഞാൻ ആ വരിയ എടുത്തു പറയുന്നു, എഴുതിയ ആ പുസ്തകം അത് നിങ്ങൾ വായിക്കണം. പൂർണ്ണ മനസ്സോടുകൂടി ഗായത്രി എന്ന പേരോടുകൂടി അമ്മയെക്കുറിച്ച് 250ഓളം പേജുള്ള പുസ്തകം ആ കുട്ടി എഴുതിയത്, ആ സ്ത്രീ എഴുതിയത്, അത് നിങ്ങൾ തന്നെ വായിക്കണം. അത് സ്വബോധത്തോടുകൂടി എഴുതിയതാ. അത് ഹിപ്നോട്ടൈസ് ചെയ്തതിന് ശേഷമോ അപ്പോഴോ എഴുതിച്ചതല്ല. ആ പുസ്തകമെല്ലാം മീഡിയ 1 തകർപ്പനായിട്ട് അമ്മയ്ക്ക് അവഹേളിക്കാൻ ഉപയോഗിച്ചു. മിക്കവാറും ഒരു മുസ്ലിം ചാനലായ സ്ഥിതിക്ക് അതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ മമ്മൂട്ടിയും പിണറായി വിജയനും നേതൃത്വം നൽകുന്ന ഒരു ചാനലില് ജോൺ ബ്രിട്ടാസ് എന്ന വ്യക്തി ക്രിസ്ത്യാനികൾക്കെതിരെ ഒരു വിരല് പോലും, ഒരു നാവിന്റെ വാക്ക് പോലും അനക്കാത്ത വ്യക്തി,
അമ്മയെ സാധിക്കാവുന്ന അത്രയും താറടിച്ച് കാണിച്ചപ്പോ ആ അമ്മയുടെ സർവ്വതും നശിച്ചു എന്ന് വിശ്വസിച്ച കുറച്ച് മലയാളികളുണ്ട്. അമേരിക്കയിൽ ഒരു സ്വാധീനം ഉണ്ടാക്കിയില്ല. കാനഡയിലോ ഇംഗ്ലണ്ടിലോ യൂറോപ്പിലോ മറ്റു കേരളത്തിന് പുറത്തോ അമ്മയോടുള്ള ഭക്തിയിൽ ഒരു മാറ്റം ഉണ്ടായില്ലെന്നാണ് അറിയാൻ സാധിച്ചത്. കേരളത്തിൽ കുറച്ച് പേർക്കൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം ഈ ചാനലിൽ രണ്ടും മലയാളമായിരുന്നത് കൊണ്ടായിരിക്കാം മറ്റ് ചാനലുകളും മാധ്യമങ്ങളും പ്രിന്റ് മീഡിയയും ഇതിനെ ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ജോൺ ബ്രിട്ടാസ് ഇവിടെ നിന്ന് ന്യൂയോർക്കിൽ ചെന്ന് ആ വ്യക്തിയെ കണ്ട് ഏതോ ശബരിമലയിലേക്കും കൈലാസത്തിലേക്കും അമർനാഥിലേക്കും ഒക്കെ പോകുന്ന ആ ധന്യതയോടുകൂടി, ഞാൻ ആ ധന്യത എന്നുള്ളത് കൊട്ടേഷനിലിടുകയാണ്, ഒരു യജ്ഞം മാതിരി അമൃതാനന്ദമയ്യെയും പ്രസ്ഥാനത്തെയും സ്വാമിമാരെയും അവഹേളിക്കാൻ വേണ്ടി ചെയ്തു കൂട്ടിയതൊന്നും വർക്കിയതില്ല എന്ന് മാത്രമല്ല, തീയില് കുരുത്തത് വെയിലത്ത് പാടില്ല എന്ന് പറയുന്ന ശക്തിയോടുകൂടി തിരിച്ചു വന്ന കാഴ്ച അമ്മയുടെ ഒരു സ്ഥാപനത്തിലെ ഒരു ബസ്സിലും ആരാധകരാരും വന്നില്ല. വന്നവരൊക്കെ തന്നെത്താനെ വന്നതാണ്. അവര് കമ്മ്യൂണിസ്റ്റ് കോട്ടയായ പെരുമ്പാവൂര് പ്രദേശത്ത് പുല്ലുവഴിയും അപ്പുറത്തുമെല്ലാം വന്ന് ആ ഗംഭീരമായ പരിപാടിയെ അതിഗംഭീരമായിട്ട് ശരിക്ക് വിജയിപ്പിച്ച് 10-20,000-ഓളം പേര് ഭക്ഷണവും അമ്മ പോയിട്ട് കുറേ പ്രഭാഷണങ്ങൾ കേട്ട് ഉച്ചവരെയും ഇരുന്ന് ക്യൂവിൽ നിന്ന് ഭക്ഷണപ്രസാദവും കഴിച്ചു പോയപ്പോ ഒരു സമൂഹത്തിന് വലിയ ഒരു മെസ്സേജാണ് എത്തിയത്. ഒന്ന്, ഈഴവ സമുദായത്തിൽ എന്ന് പറയപ്പെടുന്നവരുടെ സംഘടനയുടെ ഒരു ലോക്കൽ യൂണിയന്റെ, കുന്നത്തനാട് യൂണിയന്റെ ആ പരിപാടിക്ക് അമ്മ വന്നു. അത് ഗംഭീര വിജയമായിരുന്നു. അതിനേക്കാൾ വിജയമായിരുന്നു എല്ലാവരും അമ്മയെ സ്വീകരിക്കാൻ വന്നു. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നു. ഒരു വലിയ സന്ദേശം സമൂഹത്തിന് കൊടുക്കുകയും ചെയ്തു. അതൊരു വൻ വിജയമാവട്ടെ. നമ്പൂതിരി മുതൽക്ക് നായാടി വരെ ഒരൊറ്റ ചരടിൽ കോർക്കുന്ന ഒരു മഹായജ്ഞത്തിന് കുറെ കാലം മുമ്പ് മുതൽക്ക് തന്നെ വെള്ളാപ്പള്ളി നടേശൻ തിരികൊളുത്തി ഉദ്ഘാടനം ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സമുദായത്തിൽ നിന്ന് വിട്ടുപോയി മറ്റൊരു മതത്തിലേക്ക് പോയവരെ ഓരോരുത്തരെയും തിരിച്ചു കൊണ്ടുവരുന്നത് വരെ വിശ്രമിക്കരുത് എന്ന വലിയ സന്ദേശവുമായിട്ട് 5 ദിവസം 6 ദിവസം നടന്ന യജ്ഞത്തില് എനിക്കും പ്രഭാഷണം നടത്താൻ സാധിച്ചു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്. നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് നീങ്ങണമെന്ന ആ വലിയ സന്ദേശത്തിന്റെ പ്രകടനമായിരുന്നു കുന്നത്തനാട് SNDP യൂണിയന്റെ വാർഷിക ദർശനോത്സവം. കഴിഞ്ഞ കുറെ കാലമായിട്ട് എനിക്ക് പങ്കെടുക്കാൻ ഭാഗ്യം കിട്ടാറുണ്ട്, മുടങ്ങാതെ. ഇപ്രാവശ്യവും നാരായണ ഗുരുദേവനും ജഗദീശ്വരനും ഭാരതമാതാവും അതിന് അവസരം നൽകി. ആ പ്രഭാഷണത്തിന് അവിടെ പോകുമ്പോഴായിരുന്നു ഞാൻ ഈ വിവരണങ്ങൾ കേട്ടത് എന്നും പറഞ്ഞുകൊണ്ട് പ്രണമിക്കുന്നു. നമസ്കാരം.